ഇവിടെ ഇരിക്കരുത്. പോയിട്ട് വരട്ടാ. ഇനി ഒരു ചെക്കപ്പ് വീഡിയോ വേണോ വീഡിയോ എടുക്കണമെന്ന് കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും താത്ത വീഡിയോ എടുക്കണം എന്നാ പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ ഇന്ന് പോകുമ്പോൾ ചിലപ്പം ഡെലിവറി നടക്കുമായിരിക്കും, ചിലപ്പോൾ നടക്കൂല. പിന്നെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്താൽ പിന്നെ ഇടാതിരിക്കാനും വെക്കൂല. അതാണ് നിങ്ങളോട് ചോദിച്ചത് കേട്ടോ. എന്തായാലും ഇനി ഇങ്ങനെ ഒരു ചെക്കപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇപ്പം 3:30 ഡോക്ടർ 4 മണി വരെ ഉണ്ടാവും. ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ അറിയില്ല, ചിലപ്പോൾ ഞങ്ങൾ തന്നെ വരും. ബുബിനുള്ള ബോക്കെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പോയിട്ട് വരട്ടാ. അന്ന് പോകുമ്പോൾ ഭയങ്കര പ്രസവിക്കാൻ പോണ പോലെയായിരുന്നു. പക്ഷെ ഇന്ന് പോകുമ്പോൾ കാണാൻ തോന്നുന്നില്ല. കാരണം അത് 9ാം മാസത്തിലെ ചെക്കപ്പിന് പോയ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ പ്രസവിക്കുന്നുണ്ട് കേട്ടിട്ടാണ് അന്ന് അങ്ങനെ പോകാൻ കാരണം കേട്ടോ. ഇട്ടോ ഒന്നിക്കൊള്ളിട്ടാ പാപ്പ ഒന്നിക്കൊള്ളിട്ടോ. പുള്ളിക്കാരനായിട്ട് കേട്ടോ. പോട്ടെ, പോയിട്ട് പറയാം. അപ്പോൾ പട്ടാമ്പിയിൽ പോലും ഇപ്പം ഇന്ന് വരണോ വരണ്ട വെച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞു. എല്ലാവരോടും ഗ്രൂപ്പിൽ കരുതിയിരുന്നോടും പറഞ്ഞിട്ടാ. പക്ഷെ കൂട്ടർക്ക് പരീക്ഷയാണത്. അപ്പോൾ എന്തൊക്കെ നേരാക്കാൻ പറ്റില്ല. അപ്പോൾ ഒക്കെ നേരാക്കട്ടെ. ഞാൻ പോട്ടെ. ആ ചെക്കപ്പിന് പോവാണ് എന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് പോയി വന്നിട്ട് നടക്കാം. പേരൊക്കെ തപ്പിയോടെ വെച്ചോ? പേരൊക്കെ റെഡിയാ. നിങ്ങൾ ഇടുമ്പോഴേ അറിയുള്ളൂ. ഇടുമ്പോഴേ അറിയുള്ളൂ. ഇതിലെത്തി PV എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. PV എടുക്കുന്ന PV ചെക്ക് ചെയ്യാം. ഉള്ളു നോക്കാം. PV ചെക്ക് ചെയ്യാൻ പോവാട്ടോ. ഞാൻ ലേബർ റൂമിൽ കയറി PV ഒക്കെ ചെയ്തു കേട്ടോ. PV ചെക്ക് ചെയ്തു. അപ്പൊ എന്താണ് 1 ഫിംഗർ എങ്ങാണ്ട് വികസനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. വികസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം ഒരു PV ഒക്കെ ഉണ്ട് ചെയ്തു കേട്ടോ. വേദനയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു പ്രഷർ അത്ര തന്നെ. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ആവുമ്പോൾ നല്ലതാട്ടോ. നമുക്ക് മറ്റത് ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ നമുക്കൊരു ബേജാറല്ലേ. ഇത് മുഖത്തൊരു ക്ഷീണല്ലേ പ്രസവത്തിന്. അതൊക്കെ അറിഞ്ഞ് എങ്ങോട്ടല്ലേ നമ്മൾ പോകണോ? അപ്പം പറയാം ശീലെടുക്കാൻ പോവാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ടും ആൾക്ക് ശീലെടുക്കാൻ പോവാന്നാ പറയണത്. ഇനി പോയിട്ട് നല്ലോണം എക്സസൈസ് ചെയ്യണം. ഇനിയാണ് പ്രസവത്തിൽ ഡോക്ടർ വന്ന് പറഞ്ഞു ഇടക്ക് മറ്റേ എക്സസൈസ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു എന്നോട് ഡോക്ടർ. അപ്പൊ നമ്മളെ ശരിക്കും ഡേറ്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഫെബ്രുവരി 2-ാം തീയതിയാണ് ചെല്ലാൻ. 2-ാം തീയതി വരാൻ പറഞ്ഞിരിക്കണം. 2-ാം തീയതി വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. നോക്കാം എന്ന് പറഞ്ഞിക്ക അമീന ഡോക്ടറെ നമ്മള് ലാബറൂമിന്നൊക്കെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഉണ്ട് കേട്ടോ. പോസിറ്റീവ് എനർജി ഉണ്ട് അല്ലേ. ഇനി പോയിട്ട് 2-ാം തീയതി വരണം. അമ്മച്ചിക്കൊക്കെ പറയട്ടെ. ഓലൊക്കെ അവിടെ തയ്യാറായിട്ട് നിൽക്കണം. ഇന്ന് വരണോ വരണ്ടേന്നുള്ള. അങ്ങനെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വന്ന് ബേബിക്ക് വരെ ഞങ്ങൾക്ക് കിട്ടിയതാട്ടോ. ചക്ക 1.5 ചക്ക. ഞങ്ങള് അങ്ങോട്ട് പോകുമ്പോഴേ ചക്ക കണ്ടിട്ടുണ്ട്. അപ്പൊ ചക്കക്കൂട്ടം കഴിക്കാനും ഇടിച്ചക്കയുടെ കൂട്ടം പറഞ്ഞാൽ ചക്കക്കൂട്ടം അത് പൊതിപ്പെട്ടിട്ട് കാര്യമല്ലോ, ആയിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ റോഡ് വക്കത്ത് ഇങ്ങനെ വിൽക്കാതിരിക്കുന്നത്. ഇങ്ങോട്ട് പോരുമ്പോ ഇന്ന് അഡ്മിറ്റ് ഒന്നും ആവാതെ പ്രസവിക്കാതെ പോരുകയെന്നുണ്ടെങ്കിൽ ഈ ചക്ക മേടിച്ച് തന്നിട്ടൊക്കെ ആക്കി ചക്കക്കൂട്ടം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നല്ലെങ്കിൽ ചക്ക കയ്യേ അല്ലെങ്കിൽ ഞാൻ അഡ്മിറ്റ് ആവുക ചെയ്തിട്ട് തിന്നാൻ പറ്റൂലെന്ന് വിചാരിച്ചതാ. അപ്പൊ പോകുമ്പോ അഡ്മിറ്റ് ആയിട്ടില്ല, ചക്ക കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങള് ചക്ക മേടിച്ച് ഇപ്പൊ നാളെ ചക്കയും ബീഫും വെക്കുമ്പോ കാണട്ടോ ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒരു പരിപാടി ഉണ്ടെന്ന്. ഊനിപ്പോ ഇവിടെ ഒരു പേപ്പർ വിരിച്ചപ്പോ എന്താ ഇപ്പൊ ഇവിടെ പരിപാടി? ഈ ചക്ക കണ്ട കൂടക്കാരിട്ടോ. അന്ന് ഷെമീർ ചക്ക കൊടുന്നപ്പോ വെട്ടുമ്പോ പാപ്പ പറഞ്ഞില്ലേ ചക്ക വെട്ടാൻ സെക്യൂർ കാക്കൂന്ന്. കള്ളിലൊക്കെ കറക്റ്റ് ആയിരിക്കണം. കുട്ടി നോക്കണുണ്ട് കേട്ടോ ചക്ക മുറിക്കണത്. ഓടി
ഒഴിവാക്കണ്ടേ? 4 പീസാക്കണം അല്ലേ? നമുക്ക് ഇതിന്റെ ഒരു പീസ് മതി, ഇത് കുറച്ച് ചെറുതാ. ഓരോരുത്തർക്കായിട്ട് ചക്ക കൊണ്ട് കൊടുക്കട്ടെ. നടക്കാൻ പറഞ്ഞു, അപ്പൊ നടക്കുകയാണ് കേട്ടോ. ഉമ്മാക്കുള്ളല്ലേ? അങ്ങനെ 4 മുറി ചക്കയാക്കി. ഇത് ഞങ്ങൾക്കുള്ള പോലല്ലേ? ഇപ്പൊ കുളിച്ചൊക്കെ വന്നിട്ടോ. എല്ലാവർക്കും ചക്കമുറിയൊക്കെ കൊടുത്തു. ഞങ്ങൾ പറയാം മുറി കൊടുത്തവരൊക്കെ വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്ക് നല്ല നേരം വയ്ക്കും. ഞാൻ എക്സസൈസും കാര്യങ്ങളും പുളിക്കൂളിയും ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ വരുന്നത്. ഈ ചക്കക്കൂട്ടാൻ വെക്കണം. ചിലപ്പം ചോറിൻ്റെ നേരത്ത് കഞ്ഞി കുടിക്കേണ്ടി വരും. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയാൻ പോണ കാര്യങ്ങൾ ഒരുപാട് അമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ചിലർക്ക് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പ്രൈമറി എഡ്യൂക്കേഷന് ഓൺലൈനായിട്ട് കിട്ടുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ കുട്ടീനെ സ്കൂളിൽ ചേർത്താനായി നാട്ടിലേക്ക് പോകാനും എന്നുള്ളത്, കുട്ടിയുടെ ക്ലാസ് തുടങ്ങാനായി, അതേപോലെ തന്നെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് കുട്ടീനെ സ്കൂളിലേക്ക് വിടാൻ പറ്റാത്തൊരു സമയം, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഒന്നും വിടാത്ത നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സൗകര്യമാണ് പ്ലേഡ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. 3.5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ക്ലാസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം, നമുക്ക് ഏത് ടൈമിലാണോ ഫ്രീ ആവണം ആ ഒരു ടൈമിലാണ് നമുക്ക് ക്ലാസ് എടുക്കുക. അതുപോലെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, EVS പോലുള്ള സബ്ജക്റ്റുകളാണ് എടുക്കുന്നുണ്ടാവുക. 6 മാസം മുതൽ 1 വർഷം വരെയാണ് ഈ കോഴ്സിന്റെ കാലാവധി. പിന്നെ പ്ലേഡിലുള്ള നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ അവരൊന്ന് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് അവരുടെ IQ ലെവലും ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം ആ ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേകം ക്ലാസ്സുകൾ അവർ എടുത്തു കൊടുക്കും. ഇതിനുള്ള ബുക്കും കാര്യങ്ങളൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ കുട്ടികൾക്ക് നല്ലൊരു ബേസ് കിട്ടാൻ, കാരണം ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ലെവലിലാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി പഠിക്കുമ്പോൾ അവരുടെ ബേസ് ഒക്കെ നല്ല കറക്റ്റ് ആവാൻ നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ അത്. അപ്പൊ സ്കൂളിലൊന്നും പറഞ്ഞേക്കാതെ നമ്മളെ കുഞ്ഞു മക്കളെ നമ്മളെ സമയത്തിനനുസരിച്ച് നമ്മൾ എവിടെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് പ്ലേഡിലൂടെ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. പ്രൈമറി 6 മാസം മുതൽ 1 വർഷം വരെയാണ് ഈ കോഴ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉയർന്ന ക്ലാസ്സിലേക്ക് പോകാനുള്ള സർട്ടിഫിക്കറ്റ്, നമുക്ക് ഏത് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്താൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും ഈ സമയത്ത് താഴത്ത് ഇരുന്ന് നന്നാക്കണം. പക്ഷെ അതിന് പലക വേണം. ഇവിടെ പലകയില്ല. അപ്പോൾ ഞാൻ ഈ സെറ്റപ്പ് മുകളിലേക്ക് എടുത്തു വെക്കട്ടെ. പണ്ടൊക്കെ ചക്ക നന്നാക്കാൻ കുറെ മുത്തച്ചികൾ ഇളച്ചികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരാൾ ഇതിങ്ങനെ കളയാന്, പിന്നെ ഒരാൾ ചുള പറിക്കാന്, അരിയാന് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കുക, എല്ലാവരും കൂടിയിട്ട് കുടിക്കുക. ചക്കക്കൂട്ടാൻ്റെ ഒരു ഓർമ്മ അങ്ങനെ. അതേപോലെ ഞാൻ പണ്ട് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഏത് നേരത്താ പൂതിയാവാൻ അറിയില്ല. എന്നിട്ട് ഞാൻ തന്നെ തോട്ടികൊണ്ടൊക്കെ ചക്ക ഇട്ടിട്ട് മുറിച്ചിട്ട് വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കി തിന്നിരുന്നു. ആ സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ല വീട്ടിൽ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പോകുന്നുണ്ട്. അല്ല എന്നോട് ഇവിടെ ഇരിക്കരുത്, ഞാൻ ഓട്ടോ അറിയാതെ ഇരുന്നിക്കണേ. ഇത് നന്നാക്കണമെങ്കിൽ ഇരിക്കണം. ഇത് എവിടെ ഇരുന്നാലും കംഫർട്ട് ആവില്ല. ഇനി പലകമ്മ ഇരിക്കുകയാണെങ്കിൽ പലകൊക്കെ മേടിച്ചുണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ പ്രസവിക്കും. ബീഫൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ പോയിക്കണം കേട്ടോ. നോക്കിയാട്ടെ നമ്മളെ ബീഫ് എന്തായാലും ചക്കയും ബീഫും ആണല്ലേ. ചക്കയും ബീഫും. അപ്പൊ അമ്മായി ആണെങ്കിൽ ഇടിച്ചക്ക നന്നാക്കി കൊടുത്തയച്ചിരിക്കുന്നു കേട്ടോ. പക്ഷെ ഇന്ന് ചക്ക വെക്കല്ലേ, ചക്ക പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. മധുരം വന്നാൽ നല്ല പച്ചയാണ് കേട്ടോ. ഞാൻ എങ്ങാനും മധുരം വരുമോ എന്ന് വിചാരിച്ചു. ഇടിച്ചക്ക നന്നാക്കിയത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. അമ്മായി എങ്ങനെ അറിഞ്ഞാവും എൻ്റെ ഇടിച്ചക്ക കൊതി. ചിലപ്പോൾ വീഡിയോ കണ്ട് ആരും പറഞ്ഞോ എന്താണെന്നറിയില്ല. ഇതിമെന്ന് ഈ സാധനങ്ങളൊക്കെ വേർപ്പെടുത്തലാണ് അടുത്ത പണി. അത് കഴിഞ്ഞിട്ട് കുരുവൊക്കെ നീക്കം ചെയ്യല്. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി അരിയാം. ബീഫ് എങ്ങനെ നോക്കട്ടോ. ബീഫ് വെച്ചാൽ അറിയാലോ. അത് നോക്കി നോക്കോട്ടെ എങ്ങനെയുണ്ട്. ഇപ്പൊ 2-ാം തീയതിയാണ് ഇതിന് പോകേണ്ടത്. എല്ലാവരും ഒരു സംശയമായിരുന്നു. നമ്മൾ എത്രാം തീയതിയാണ് ഡേറ്റ്, ഞങ്ങൾ 11-ാം തീയതി ഇത്രയും ദിവസം പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നലെ മുതൽ ഡേറ്റ് ഒക്കെ ആകെ മാറ്റി മറിച്ചു തോന്നും. എന്റെ സൗണ്ട് മമ്മൂട്ടറമാരി ഉണ്ടാവും. കാരണം ഞാൻ ചെറുതായിട്ട് ചുമയും പനിയൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. ചുമയും പനി മാറ്റാതെ നടക്കട്ടോ. മമ്മൂട്ടിയുടെ പോലത്തെ വെച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നത് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് കേട്ടോ. എല്ലാവർക്കും അറിയണ്ടാവും ക്രാഫ്റ്റിലാണെന്നുള്ളത്. അവിടുത്തെ അമീന ഡോക്ടർ കേട്ടോ ഞാൻ കാണിക്കുന്നത്. നല്ല കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ ലേബർ റൂമിലൊക്കെ പോയാലും നമുക്കൊരു ഹോംലി ഫീലാണ്. എല്ലാവരും നല്ല നമ്മുടെ ആശുപത്രിക്കൊക്കെ പോയേ
അല്ലെങ്കിൽ ഒരു ഇടങ്ങേറും അങ്ങനൊന്നും തോന്നില്ല. നല്ലൊരു കംഫർട്ടായിട്ട് തോന്നി. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുകയോ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ പ്രഗ്നന്റ് ആയപ്പം അധികം ഹോസ്പിറ്റലുമായിട്ടൊരു ബന്ധങ്ങളൊന്നും ഉണ്ടാവാറില്ല, ഹോസ്പിറ്റൽ കേസുകളൊന്നും അധികം ഉണ്ടാവാറില്ല. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അപ്പേ എന്താ ഇങ്ങനെ പ്രഗ്നന്റ് ആയപ്പോ എവിടെ കാണിക്കേണ്ടി എങ്ങനെ കാണിക്കേണ്ടി ഏതാ അപ്പൊ ഡോക്ടർ ഓരോരുത്തരും പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനെ ആലോചിച്ചു, ഞാൻ നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ എത്തിപ്പെട്ടല്ലോ അങ്ങനെ വിചാരിച്ചു സമാധാനിച്ചു കേട്ടോ. 5ാം മാസത്തെ സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ക്രാഫ്റ്റിക്ക് പോയത്. സാധാ ഹോസ്പിറ്റലുകളിലൊന്നും അങ്ങനെ സ്കാനിങ് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും. പിന്നെ ചില ഹോസ്പിറ്റലൊക്കെ നല്ല റേറ്റും കൂടുതലാട്ടോ. ആദ്യം വേറെ ഹോസ്പിറ്റൽ ചോദിച്ചിട്ടില്ലേ, ഞങ്ങളൊരു ഇതേമാതിരി ഒരു ക്ലിനിക്കിലേക്ക് ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു സ്കാനിങ്ങിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചോ. അപ്പൊ 5000 പറഞ്ഞു. പിന്നെ ഡോക്ടർ ചെക്കപ്പിനനുസരിച്ച് ഇനിയും കൂടുന്നു പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ക്രാഫ്റ്റിൽ പോയി സ്കാൻ ചെയ്തു. അപ്പൊ അവിടെ 2500 റുപ്യ സ്കാനിങ്ങിന് വന്നോളൂ. ആരെങ്കിലും അതേപോലെ ഇപ്പൊ എവിടെ കാണിക്കുക അങ്ങനെ കാണിക്കാന്ന് പറയുമ്പോൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷനാണ് കേട്ടോ. ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്റെ ഡെലിവറി കൂടെ കഴിട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ളിയൊക്കെ തൊലി കഴിഞ്ഞു. ഈ തേങ്ങ അതിക്ക് കുറച്ച് ചെറിയ ജീരകം അങ്ങനെ ചക്കക്കൂട്ടാന്റെ മെയിൻ പ്രോസസ്സ് ചക്ക നന്നാക്കൽ കഴിഞ്ഞു കേട്ടോ. ചക്കൻ്റെ എല്ലാം കൊടുത്തിട്ടോ. എനിക്ക് ചക്കൻ്റെ ചൗണിയൊക്കെ ഉള്ള ചക്കക്കൂട്ടാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ചൗണിയും മടലും ഒക്കെ ഇട്ടും അതിൻ്റെ പച്ച ഞെട്ടി മാത്രമേ ഉള്ളൂ കളഞ്ഞിട്ട്. ചക്കക്കുരു ഉണ്ട് വെച്ച് ചക്കക്കുരു മാങ്ങയും ഇട്ടൊരു കറിയും ഉണക്കമാതിരി പൊരിച്ചതും നല്ല കോമ്പിനേഷനാണ്. നമുക്ക് എഴുതട്ടെ കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ചക്ക നന്നിട്ട് ആകെ യുദ്ധമൊക്കെ അറിയില്ല. ഇതിൻ്റെ പലകളും കത്തികളും ഒക്കെ. ഇപ്പൊ പേപ്പറിലേക്ക് അങ്ങനെ വെച്ചിട്ട് കാട്ടി കഴിഞ്ഞാൽ പേപ്പറിനെടുത്ത് അവിടെ ക്ലീനായി. ഇപ്പം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 കൂവൽ കുക്കറിൽ 2 കൂവ ഇട്ടോ. ചക്ക കടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുക കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചിട്ട് ഇനി ഒരാഴ്ചയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരാഴ്ച ഇനി പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പുള്ള പോലെ കാണണം, ആ ലൈഫ് പോലെ ജീവിക്കണം. അപ്പൊ ഒന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല. അന്ന് രാവിലെ വെച്ച് ഇന്ന് പത്തിരി ഞാൻ ഉണ്ടാക്കി. പത്തിരി ഞാനും കറി വെക്കി. തേങ്ങയിൽ ചെറിയ ഉള്ളിയും ചെറിയ ജീരകം കേട്ടോ. ഇത് പല തരത്തിൽ വെക്കുന്നവരുണ്ടാവും കേട്ടോ. വലിയ ജീരകം അരക്കുന്നവരുണ്ടാവും, വെളുത്തുള്ളി ഇടുന്നവരുണ്ടാവും. പക്ഷെ ഞങ്ങളിങ്ങനെ പണ്ട് മുതലേ ഞങ്ങളെ തൂര വീട്ടിൽ വെക്കുക അല്ലേ. തേങ്ങ കുറച്ച് വെള്ളത്തോടെ തന്നെ ഒഴിക്കുക ചെയ്യും. നമുക്കൊന്ന് കടുക് വറുക്കണം. ഇതാ നമ്മളെ ചക്കക്കൂട്ടാൻ ഇതാ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇത് കാണുമ്പോൾ കൊതിയാക്കാറില്ലേ. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തായാലും വ്ളോഗ് എടുത്തു. അപ്പോൾ അഡ്മിറ്റ് ഒന്നും ആവും ചെയ്തില്ല. ആ വിവരങ്ങളൊക്കെ നിങ്ങളോട് പറയും ചെയ്യണം. അപ്പം അതിനൊരു വീഡിയോ എടുത്താൽ കേട്ടോ. അപ്പം എന്തായാലും ചക്കയുണ്ട്. അപ്പം ജസ്റ്റ് ഞങ്ങളെ ചക്കക്കൂട്ടാനും അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഈ ചക്കക്കൂട്ടാനും കഞ്ഞി കുടിക്കുക എന്ന് ആലോചിക്കുന്നത് സ്വർഗത്തിൽ പോണ പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ലഞ്ചില്ലേ. അതൊന്നല്ല, ആ ചക്കക്കൂട്ടാൻ ഇങ്ങനെ വിളമ്പി വെച്ചിട്ട് ഓളെ വരവ് ഇങ്ങനെ കണ്ടപ്പോ ചക്കക്കൂട്ടാന് ഇട്ടിന്റെ പൊലിവാണ് ആ പോക്ക്. എന്താ പോരല സ്പീഡ് എന്നറിയോ. ഒരു ഗർഭിണിയാണ് ആ പോകുന്നതെന്നില്ല ബോധം കൂടി ഇല്ല അവൾക്ക്. അമ്മാതിരി സ്പീഡിലാ കിച്ചണെന്ന് കേട്ട് ഹാളിക്ക് എത്തിയത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചക്ക. ഞാൻ വിചാരിച്ചു ചക്ക ഷേപ്പ് കണ്ടപ്പോൾ എന്ത് ചക്കനാവുന്ന കേട്ടോ. മുറിച്ചപ്പോഴന്നെ നല്ലതുണ്ട്, നല്ല ഇതുണ്ട് കേട്ടോ ചക്ക. പൈസ കൊടുത്തിട്ടൊക്കെ ചക്ക മേടിച്ച പിക്കോറിനെ അല്ല ഇമ്മ കേട്ടിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ടൊക്കെ ചക്ക മേടിക്കുന്നത്. പക്ഷെ നമുക്ക് ഇമ്മ പറയുന്ന പറഞ്ഞാല് നമ്മള് മറ്റേ തറവാട്ടിലൊക്കെ തേങ്ങയൊക്കെ ഒരു കളിയായിരുന്നു. ചക്ക ഇല്ലാത്ത കാലത്ത് നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ മേടിക്കുക. ചക്ക പൈസ കൊടുത്ത് മേടിച്ചാൽ നല്ല മുതലായി. നല്ല ചക്കയാണ്. ഞങ്ങള് 4 ആൾക്കാരാണ് കൂട്ടാൻ വെച്ചത് അല്ലേ. കൂട്ടാനായിരിക്കും വെച്ചിട്ടുണ്ടാവായിരിക്കും. ഞങ്ങൾ വേഗം കഞ്ഞിച്ചോറൊക്കെ തിന്നിട്ട് കേട്ടോ. ഇന്ന് ഷെഫ്കൂട്ടൻ കോളേജ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒറ്റയ്ക്കുള്ളൂ കഞ്ഞി കുടിക്കാൻ. അപ്പോൾ ഈ വ്ളോഗ് കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.